നമുക്ക് രേവതിയുടെ സച്ചിയുടെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് രവീന്ദ്ര സച്ചിയോട് ചോദിച്ചു, നീ എന്തിനാടാ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്? നിന്നോട് പല വട്ടം പറഞ്ഞിട്ടില്ലേ സച്ചി, ഒരു കല്യാണ സ്ഥലത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ അടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കിയാൽ എങ്ങനെയാ ശരിയാന്നേ? അപ്പോഴേക്കും രേവതി ചോദിച്ചു, സച്ചിയേട്ടാ സച്ചിയുടെ വഴക്കുണ്ടാക്കാൻ പോയി ഇനി ഇടയ്ക്ക്. രേവതി, അത് പിന്നെ ഞാന് ആ സമയത്ത് സുധി പറഞ്ഞു, അല്ലെങ്കിൽ ഇവന് എപ്പോഴാ എൻ്റെ അച്ഛ എവിടെയെങ്കിലും പരിപാടിക്ക് പോയിട്ട് ഇവന് പഴക്കം പ്രശ്നങ്ങളും ഉണ്ടാക്കാതിരുന്നിട്ടുണ്ടോ? അതിപ്പോൾ നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളാണെങ്കിലും ശരി, പുറത്തെ കാര്യങ്ങളാണെങ്കിലും ശരി, എവിടെ ചെന്നാലും വഴക്കും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കാറുള്ളൂ. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, എൻ്റെ സച്ചി ദൈവത്തെ ഓർത്ത് നീ പ്രശ്നം ഉണ്ടാക്കല്. ദേ അശോകന്റെ മോളുടെ വിവാഹം അതെങ്ങനെയെങ്കിലും ഒന്ന് നടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അശോകൻ വന്നിട്ട് ചോദിച്ചു, എന്താ രവി, എന്താടാ കാര്യം എന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. സച്ചിക്ക് പറയണമെന്നുണ്ടായിരുന്ന കാര്യം എന്തെന്ന്. പക്ഷെ അശോകൻ വന്നു കഴിഞ്ഞുകൊണ്ട് സച്ചി പിന്നെ പറയാൻ പോയില്ല. കാരണം സ്വന്തം ആളെക്കുറിച്ച് അങ്ങനെ അപവാദ കഥകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഏതൊരച്ഛനാ സഹിക്കാൻ പറ്റുന്നേ? പോരാത്തന അവന്മാര് പറഞ്ഞ് വൃത്തികെട്ട ഭാഷയാ. മാള് ഗർഭിണിയാന്ന് വരെയാണ് പറഞ്ഞുണ്ടാക്കിയത്. അതൊക്കെ കേട്ടാ പിന്നെ സച്ചിക്ക് സഹിക്കാൻ പറ്റുമോ? ഒന്നുമല്ലേലും തൻ്റെ അങ്കിളിന്റെ മകളല്ലേ, അപ്പൊ പിന്നെ അത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. സച്ചിക്കാണ് ദേഷ്യ സങ്കടം വന്നു. ആ സമയത്ത് രേവതി കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. സച്ചിയേട്ടൻ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോവാണ്. ആ സമയം ചന്ദ്രമതി രവീന്ദ്രനോട് പറഞ്ഞു, എൻ്റെ രവിയേട്ടാ, ഇവനെ കൂട്ടിക്കൊണ്ട് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇവൻ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഒന്നുകൂടെ വഷളാകത്തുള്ളൂ. എവിടെ പ്രശ്നമില്ലെങ്കിലും അവിടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അവനെ കഴിഞ്ഞിട്ടുള്ളെന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കേണ്ട ചന്ദ്രേ എന്ന് പറഞ്ഞു. രവീന്ദ്രനാണ് സങ്കടവും ദേഷ്യവും എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ സച്ചയും വിളിച്ചോണ്ട് രേവതി അങ്ങോട്ട് മാറിപ്പോയിച്ചു. എന്താ സച്ചേട്ടാ, സച്ചേട്ടൻ ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയോ? അല്ല അത് പിന്നെ രേവതി, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അവന്മാര് പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. ഏതവന്മാര്? അതെ, മുമ്പ് രണ്ടവന്മാര് വന്നില്ലേ, അവന്മാര് മാളുവിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു. എനിക്കത് കേട്ടിഞ്ഞിപ്പോൾ സഹിക്കാൻ പറ്റുമോ? ഇപ്പൊ അറിയുന്ന മാളുവിന് സഹോദരന്മാരാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവര് ചെയ്യുന്ന എന്താണോ അത് ഞാനും ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, കാര്യം ശരിയായിരിക്കും സച്ചേട്ടാ, പക്ഷെ സച്ചേട്ടൻ ഒരു കാര്യം വിചാരിക്കണം, ഈ കല്യാണം എങ്ങനെ നടക്കണം? നമ്മൾ കാരണം ഈ കല്യാണം മുടങ്ങിപ്പോയിട്ടുണ്ട് അറിയാലോ. മാളുവിന്റെ ജീവിതം തകർന്നു പോകാൻ ഇടയാവരുത്. അതുകൊണ്ട് സച്ചിയേട്ടൻ ദൈവത്തെ ഓർത്ത് ഇപ്പോൾ ഒരു പ്രശ്നത്തിനും പോവരുത്. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, ഞാൻ പ്രശ്നത്തിൽ പോവലെന്ന് കരുതിയിരുന്ന, പക്ഷെ അവന്മാർ ഇങ്ങോട്ടേക്ക് വന്ന് കെട്ടിക്കേറി ഞാൻ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, സച്ചിയേട്ടൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വരണ്ട, ഇവിടെ നിന്നാ മതി. ദേ ഇനി എന്തേലും പ്രശ്നം ഉണ്ടാക്കിയുണ്ടല്ലോ പിന്നെ അറിയാലോ, അച്ഛനും അമ്മയ്ക്കും ഒന്നും സഹിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ എന്തേലും ഒരു കാരണം കിട്ടാനായിട്ടിരിക്കുക സുതിയൊക്കെ ഓരോന്ന് പറയാനായിട്ട്. ഇനി വെറുതെ എന്തിനാ നാട്ടുകാർക്ക് നമ്മളായിട്ടൊരു ഒരിതുണ്ടാക്കി കൊടുക്കണം? അതിന്റെ കാര്യമുണ്ടോ? ഒടുവിലെ സച്ചിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് രേവതി നേരെ രവീന്ദ്രന്റെ അടുത്തേക്ക് പോവാണ്. ഈ സമയം എന്ത് ചെയ്യണമെന്നറിയില്ലാതെ ബീരാൻ അണ്ടാവിനകത്ത് പെട്ട് ഇരിക്കുവാണ്. ഓഹ് എന്റെ ദൈവമേ, ഇയാളെന്റെ പൊക്കത്തൊന്നും നേറ്റു പോയാൽ മതിയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് കലവറയിലെ പുള്ളിക്കാരന് അണ്ടാവിന്റെ മുകളിൽ നിൽക്കുന്നത്. അപ്പൊ അണ്ടാവിന് അടിയിൽപ്പെട്ടു പോയായിരുന്നു ബീരാന്. സുതിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ലാതെ പെട്ടെന്ന് അതിനെ അടിയിലേക്ക് കയറി പോയതാണ്. അങ്ങനെ ബീരാൻ എഴുന്നേറ്റ് ചുറ്റും നോക്കി. ദൈവമേ, ആരെങ്കിലും വരുന്നുണ്ടോ ഇങ്ങോട്ട്? ഇനി എവിടെ ഏത് പാതാളത്തിൽ പോയി ഒളിക്കണം എന്നറിയില്ല. എവിടെ നിന്നാലും പണിയാണല്ലോ, അങ്ങോട്ടേക്ക് ആരെങ്കിലും വരുകയും ചെയ്യും. ഒരാളെ പേടിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോഴത്തേനും അടുത്തയാൾ വരികയും ചെയ്യും. അപ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് പെട്ടെന്ന് ബീരാൻ എന്ത് ചെയ്തു, അവിടുന്ന് ഓടി മായുവാണ്. കാരണം അവിടെ നിന്നിട്ടുണ്ട് പിടി വീഴുമെന്നുള്ള കാര്യം ഉറപ്പായി. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അപ്പുറത്തെ ഒരു മുറിയുണ്ട്, അവിടെ പോവാം, അവിടെയെങ്കിലും പോയി തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ട് നിൽക്കാം എന്നൊരു വിചാരത്തോട് കൂടിയിട്ട് നേരെ ആ മുറിയിലേക്ക് പോയി അവിടെ കയറി നിന്ന് നോക്കുവാണ്. ഇവിടെ നിന്ന് അത്യാവശ്യം അവിടെയൊക്കെ കാണുകയും ചെയ്യാം, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യാം എന്നൊരു ചിന്തയായിരുന്നു ബീരാന്റെ മനസ്സിൽ. ഈ സമയത്ത് രേവതി അയാളോടെ വന്നിട്ട് നേരെ രവീന്ദ്രൻ നിൽക്കുന്നിടത്തേക്ക് വന്നു. രവീന്ദ്രനോട് പറഞ്ഞു, അച്ഛ ഇനി പേടിക്കൊന്നും വേണ്ട, ഞാൻ സച്ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, മോളെ അവന്റെ സ്വഭാവം അറിയാലോ, അവൻ എടുത്തു ചാടി എന്തും ചെയ്യുന്ന ഇതാ, മിന്നും പിന്നും നോക്കാനൊന്നും പോകുന്നില്ല. പിന്നെ വരുമ്പരായികള് പിന്നീട് നമ്മൾ വേണം അനുഭവിക്കാനായിട്ട്. ഇല്ല അച്ഛാ, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അച്ഛൻ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക, ഇനി സച്ചേട്ടൻ ഒരു പ്രശ്നം ഉണ്ടാക്കാനും വരത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അല്ല എന്തിനാ മോളെ പ്രശ്നം ഉണ്ടാക്കിയ? അത് വല്ലതും പറഞ്ഞോ? പിന്നീട് രേവതി കാര്യം പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അവന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും പ്രതികരിച്ചു പോകും, പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ അങ്ങനെ പ്രതികരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഈ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവെന്ന് പറഞ്ഞു. സാരമില്ല അച്ഛാന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രനെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയത്ത് ശ്രുതിക്ക് നല്ല ടെൻഷനുണ്ട്. എങ്ങാനും ബീരാൻ എങ്ങാനും
ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ബീരാനെ കണ്ടാൽ തീർന്നു. ഒടുവിൽ ശ്രുതി അങ്ങോട്ട് മാറി നിന്നിട്ട് ബീരാനെ വിളിക്കുകയാണ്. എവിടെ എന്താന്നൊക്കെ ചോദിച്ചോണ്ട്. അപ്പോഴേക്കും ബീരാൻ പറഞ്ഞു, ദേ ഞാനിവിടെ മാറി നിൽക്കുക, നീ ഒറ്റ ഒരുത്തി കാരണമാ, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവിടെ എല്ലാവരും എന്നെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും. അത് ബീരാനെ ഒരു കുറച്ച് സമയത്തെ കാര്യമില്ലേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇങ്ങോട്ടെങ്ങാനും വന്ന് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബീരൻ്റെ കാര്യം മാത്രമല്ല എൻ്റെ കാര്യവും അവതാളത്തിലാവും. പിന്നെ സത്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യും. ഞാൻ വീട്ടിൽ നിന്ന് പുറത്താവും. ബീരാനെ പിന്നെ സച്ചി വെറുതെ വെച്ചോക്കും തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും വെറുതെ വിടില്ല. ഇറച്ചി ഞുറുക്കുന്ന പോലെ തുണ്ടം തുണ്ടമായിട്ട് നുറുക്കുമെന്ന് പറഞ്ഞു. ബീരാൻ അതറിയാം. ഒടുവിൽ ബീരാൻ പറഞ്ഞു, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നോളാം, എത്രയും പെട്ടെന്ന് ആ സച്ചിനെയൊക്കെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കാൻ പറഞ്ഞു. ഈ സമയത്ത് സച്ചി തല്ല് കൊടുത്തവൻ എന്ത് ചെയ്തു? തൻ്റെ കൂട്ടുകാരൻ്റെ പറഞ്ഞു, അവനെ ഇവിടെ എങ്ങും കാണുന്നില്ലോ, അവന് എൻ്റെ കൈ കെട്ടണം, എനിക്ക് അവനിട്ട് 2 കൊടുക്കണമെന്ന് പറഞ്ഞു. എടാ കൊടുക്കാം, എന്താണെങ്കിലും പോകുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ പ്രതികാരം ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു. അതെ, അവനെ കൂട്ടാനായിട്ട് ഞാനങ്ങ് ചെന്നതാ, പക്ഷെ അവൻ്റെ വീട്ടുകാരോടെ ഉണ്ടായിരുന്നു. അവനെ അവർ തടഞ്ഞു വെച്ചിരിക്കുവാന്ന് തോന്നേ. സാരമില്ല, അവൻ നമ്മുടെ അടുത്തേക്ക് വരും, നമുക്ക് അവനെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. ഈ സമയം കല്യാണത്തിന് വേണം ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞ് ഓരോ കാര്യത്തിന് വേണ്ടി നടക്കുവാണ്. കുറച്ച് കഴിഞ്ഞിട്ട് രേവതി നോക്കിക്കഴിഞ്ഞപ്പോൾ സച്ചിയെ കാണുന്നില്ല. സച്ചിയേണ്ണൻ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. രേവതി അവിടേക്കൊന്ന് നോക്കിയപ്പോൾ അവിടെയെങ്കിലും സച്ചിയേണ്ണനെ കാണുന്നില്ല. ദൈവമേ, പണിയായോ? ഈ സച്ചിയേണ്ണൻ എവിടെയും നിർത്തിയിട്ടുണ്ടെങ്കിൽ നിൽക്കത്തുമില്ല. ഇനിയിപ്പോൾ എങ്ങോട്ട് പോയോ? മുമ്പത്തെ പോലെ വല്ല വഴക്കുണ്ടാക്കാൻ പോയോ എന്നൊരു ചിന്ത രേവതിയുടെ മനസ്സിലുണ്ട്. സച്ചിയെ കാണാൻ തോന്നിയപ്പോൾ രേവതി ഒന്ന് ഫോൺ വിളിച്ച് നോക്കണം. പക്ഷെ സച്ചി കോളും എടുത്തില്ല. ഒടുവിൽ രേവതിക്ക് ടെൻഷനായി. ഇനി വഴക്കെങ്ങാനും ആണോ എന്നിങ്ങനെയൊന്നും അറിയത്തില്ലോ. ഒടുവിൽ രേവതി അന്വേഷിച്ച് ബീരാനിരിക്കുന്ന മുറിയുടെ അങ്ങോട്ട് ചെല്ലുവാണ്. ബീരാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ രേവതി അങ്ങോട്ട് കയറി വരുന്നു. ബീരാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പെട്ടെന്ന് ബീരാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കട്ടിൽ കിടക്കുന്നുണ്ടോ. ഇതിനടിയിലേക്ക് കയറി ഒളിച്ചിരിക്കാം എന്ന് കരുതിയിട്ട് അതിനടിയിലേക്ക് കയറി രേവതി ആ മുറിയിലേക്ക് വന്നു. അവിടെയൊക്കെ നോക്കുവാണെങ്കിൽ സച്ചിയേട്ടൻ ഇവിടെ എങ്ങാനും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നീട് സച്ചി അവിടെ നിന്ന് ഫോൺ ചെയ്യുവാണ്. ഫോൺ ചെയ്തിട്ട് കിട്ടുന്നുമില്ല. ഈ സച്ചിയേട്ടൻ ഇത് എവിടെയാണോ എന്തോ. ബീരാന് ടെൻഷനായി. ദൈവമേ, എങ്ങാനും ഇവിടെ വെച്ച് തന്നെ പിടികൂടിയിട്ടുണ്ട്, തീർന്നു, തൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്നൊരു ചിന്തയായിരുന്നു ബീരാന്റെ മനസ്സിൽ. എപ്പോഴേത് നിമിഷം വെള്ളം തനിക്ക് പിടി വീഴാന്നൊരു ചിന്ത. പിന്നീട് രേവതി എന്ത് ചെയ്തു? പതുക്കെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ബീരാന് ശ്വാസം നേരെ വീണേ. ആ സമയത്ത് സച്ചി അവിടെ മാറി വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് 1-2 പേരോട്. രേവതി പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു. രേവതി ചെന്നിട്ട് സച്ചേണ്ണൻ ഇത് എന്തെടുക്കുമായിരുന്നു ഇവിടെ? ഞാൻ എത്ര സമയം എന്നറിയാം സച്ചേണ്ണെ വിളിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ സച്ചേണ്ണനെ വിളിച്ചിട്ട് ഫോണും കിട്ടുന്നുണ്ടായിരുന്നല്ലോ. അതോ, എൻ്റെ ഫോൺ സൈലൻ്റ് ആണെന്ന് തോന്നിയെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അയ്യോ സൈലൻ്റ് ആയിരുന്നു രേവതി എന്ന് പറഞ്ഞു. എന്തേ, ഞാൻ ആകെ പഴയ ടെൻഷനായിപ്പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ഞാൻ കരുതി ഇനിയിപ്പം സച്ചേട്ടൻ വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോയെന്ന്. അങ്ങനെ ഞാൻ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല. കല്യാണമൊക്കെ അതിഗംഭീരമായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞു. ആ സമയം അനുഗ്രഹമൊക്കെ കൊടുക്കേണ്ട, ദക്ഷിണയൊക്കെ കൊടുത്ത് അനുഗ്രഹമൊക്കെ കൊടുക്കേണ്ട സമയമാണ്. ബീരാനെ അന്വേഷിക്കുന്നുണ്ട്. പെങ്ങളുടെ കെട്ടിയവനൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഫെമിൻ്റെ അച്ഛനൊക്കെ അന്വേഷിക്കുകയാണ്. പക്ഷെ ബീരാനെ മാത്രം കണ്ടില്ല. ഇത് എവിടെ പോയിരിക്കുക? കുറേ സമയമായല്ലോ കണ്ടിട്ട്. ദക്ഷിണ കൊടുക്കാൻ സമയമായി. അവർക്ക് മണ്ഡപത്തിലേക്ക് കയറാനുള്ള സമയമായി. അപ്പോഴേക്കാണ് സച്ചിൻ രേവതിയൊക്കെ ഇതിലൂടെ വരുന്നത്. അവർ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പെണ്ണും ചെറുക്കനും ബാക്കി എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഫെബിൻ്റെ അച്ഛനാണെങ്കിൽ ജയരാജനെ കണ്ടില്ലല്ലോ. ജയരാജ് ഇത് എവിടെ പോയെന്ന് ചോദിച്ചിട്ട് അന്വേഷിച്ചുകൊണ്ട് നടക്കുക. അപ്പം ഈ ജയരാജ് എന്ന് പറയുന്ന ബീരാനാന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ലല്ലോ. അവർക്ക് ആകെപ്പാടെ അറിയാവുന്ന പേര് ബീരാൻ എന്നുള്ള പേരാ. ശരിക്കുള്ള പേര് ജയരാജൻ എന്നാന്നുള്ള അറിയില്ല. ബീരാൻ എന്നെങ്ങാനും പറയുവാണെങ്കിൽ അവര് ശ്രദ്ധിക്കാനും പോകുന്നില്ല. കാരണം ബീരാൻ എന്നുള്ള പേരും അറിയത്തില്ല. അവർക്ക് ഇളയച്ചൻ എന്നുള്ള പേരില് അറിയത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒടുവിൽ അവരന്വേഷിക്കുന്നുണ്ട്. ഈ സമയത്ത് ബീരാനാണെങ്കിലോ മുറിക്കകത്ത് പെട്ട് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങോട്ടേക്ക് പോവാനും പറ്റില്ല. ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെ പിടിക്കപ്പെട്ട അതോടുകൂടി തീർന്നു. പെട്ടൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഏത് സമയത്താണോ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ തോന്നിയത്? അവളെ സഹായിക്കണ്ടായിരുന്നു. സഹായിക്കാൻ പോയതുകൊണ്ട് കല്യാണം പോലും കൂടാൻ പറ്റാത്തൊരവസ്ഥയായി പോയി എന്നൊരു ചിന്തയോടുകൂടി നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ കഥകളൊക്കെയാ. കുറച്ച് ദിവസങ്ങളായി നമ്മളിതൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. എന്താണെങ്കിലും ഇത് അവസാനിക്കുന്നതിന് മുമ്പ്, കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ സച്ചിൻ രേവതിയും കള്ളത്തരങ്ങളൊക്കെ ബീരാൻ്റെ പിടിക്കും. പക്ഷെ ബീരാൻ്റെ കള്ളത്തരങ്ങൾ പിടിച്ചാലും ഇനി ബീരാൻ കയ്യെ കാലേ വീഴുമായിരിക്കും സച്ചിയുടെയും രേവതിയുടെ, പറയില്ലെന്നും പറഞ്ഞിട്ട്. പക്ഷെ എന്നാലും സച്ചി രേവതിയും വെറുതെ വിടാൻ പോകുന്നില്ല. അപ്പം അതിൻ്റെ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.